നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ കത്തിച്ചൊലിക്കുന്ന ചില നക്ഷത്രക്കാർ, ഇവരുടെ ജീവിതത്തിൽ ഇനിയുണ്ടാകുന്നത് കുതിച്ചുയരുന്ന ഒരവസരമാണ്. സൂര്യനെ പോലെ കത്തിച്ചൊലിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള മാറ്റങ്ങൾ, അതായത് അവരുടെ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ, കർമ്മ ഫലത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ തടസ്സങ്ങൾക്കുള്ള പരിഹാരമാണ്, അതിനുള്ള അനുകൂലമായ ഫലങ്ങളാണ് ഇപ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവർ തൊടുന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇവർക്ക് സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകൾ കാണുന്നു. തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു. അതായത് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സൂര്യനെ പോലെ കത്തിച്ചൊലിക്കാൻ സാധിക്കുന്ന ഗുണഫലങ്ങൾ ഏറെ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിത വിജയം നേടാൻ സാധിക്കുന്നു. ജീവിതത്തിൽ ഉടനീളം ഇവർക്ക് വിജയമാണ്. തൊടുന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം പാടെ മാറുന്നു. ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കുന്ന, ഗുണങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒട്ടേറെ മുഹൂർത്തങ്ങൾ, സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മാതാപിതാക്കളുടെ പൂർണ്ണ അനുഗ്രഹത്തോടു കൂടി ഇവർ ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവർത്തനങ്ങളും ഇവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയും എല്ലാവിധത്തിലുള്ള ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. ബന്ധുജനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബന്ധുക്കൾ സഹായ ഹസ്തവുമായി ഇവർക്ക് ഉണ്ടാകും. ഒട്ടേറെ ഗുണങ്ങൾ ബന്ധുജന മിത്രാദികളിൽ നിന്നും ലഭിക്കാനുള്ള സാഹചര്യം, പ്രത്യേകിച്ചും സുഹൃത്തുക്കളിൽ നിന്നും. സുഹൃത്തുക്കൾ, ഇവരുടെ ഉപദേശങ്ങൾ, ഇവരുടെ സാമീപ്യം ഇവർക്ക് നേട്ടങ്ങൾ ജനിക്കുന്നു. ബന്ധുജനങ്ങളിൽ നിന്നും സഹായവുമൊക്കെ, നല്ല രീതിയിലുള്ള പിന്തുണ, പ്രോത്സാഹനമൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള സാഹചര്യത്തിൽ തൊഴിൽ ലഭിക്കാതെ വളരെ നാളുകളായി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങൾ, തൊഴിൽ ലബ്ധി, കർമ്മഫലം ഒക്കെ അനുഭവിക്കാനുള്ള, കർമ്മത്തിൽ അനുകൂലമായ ഫലം, കർമ്മഗുണമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം, പ്രശസ്തി, കീർത്തി ഇത്യാദി കാര്യങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. പ്രൊമോഷനോടുകൂടിയുള്ള ട്രാൻസ്ഫർ, സ്ഥലമാറ്റം ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രവർത്തന മികവുണ്ടാകുകയും പൂർണ്ണ അംഗീകാരം ലഭിക്കുകയും പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സാധ്യമാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ലഭിക്കുന്നത്. തൊഴിൽ ലബ്ധി ഈ ഒരു സമയത്ത് ഇവർക്ക് ലഭ്യമാകുന്നു. ഏറ്റവും അനുകൂലമായ സ്ഥിതിയിലാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ചികിത്സകൾ ഫലിക്കുകയും ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി ആരോഗ്യപൂർണമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയും ചെയ്യും. വീട്ടിൽ ഒട്ടേറെ പുതിയ സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. ദാമ്പത്യ ബുദ്ധിമുട്ടുകളൊക്കെ മാറി, ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ മാറി ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ബന്ധുജനങ്ങൾ ആവോളം സഹായവുമായി എത്തുന്ന, പിന്തുണ ലഭിക്കുന്ന ഒരു സമയമാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ തടസ്സങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാവുകയും വീട് നിർമ്മാണം, ഗൃഹനിർമ്മാണം പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഓർമ്മശക്തി, ബുദ്ധിശക്തി ഇത്യാദി കാര്യങ്ങൾ വർദ്ധിക്കുന്ന, പഠന പുരോഗതി കൈവരിക്കുന്ന, പഠനത്തിൽ മികവ് പുലർത്തുന്ന, വിജയം ഇവർക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഒട്ടേറെ ഉയർച്ചകൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്.
അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് മികച്ച നേട്ടങ്ങളാണ് ഇവരെ തേടിയെത്തിയിരിക്കുന്നത്. തൊഴിൽ സംബന്ധമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ശത്രുത മനോഭാവത്തോടുകൂടി പെരുമാറിയിരുന്ന ആളുകളിൽ നിന്ന് ആ തടസ്സങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ബന്ധുക്കൾ പിന്തുണയുമായി കൂടെയുണ്ടാകും. സഹായവും ബന്ധുക്കളിൽ നിന്ന് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ധനവരുമാനം വർദ്ധിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുണ്ടായിരുന്ന അവഗണന ഇത്യാദി കാര്യങ്ങളൊക്കെ മാറുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന മികച്ച രീതിയിൽ സമ്പത്ത്, പണം കയ്യിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി വരുമാനം വർദ്ധിക്കുന്നു. ഒട്ടേറെ മേഖലകളിൽ നിന്നും ഇവർക്ക് ധനവരുമാനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ജോലിയിൽ നിന്ന് പ്രൊമോഷനോട് കൂടിയുള്ള നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടം ഇവർക്ക് വന്നു ചേരും. അവിചാരിതമായിട്ടുള്ള സാമ്പത്തിക ഉയർച്ച ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആത്മീയമായ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതായത് കടബാധ്യത, സാമ്പത്തിക ഞെരുക്കം, ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന ഒരു സമയമാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. കുടുംബാന്തരീക്ഷം സന്തോഷകരമായിരിക്കുകയും കുടുംബാംഗം തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാവുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം വന്നു ചേരുന്ന ഒരു സമയമാണ്. സമാധാനപൂർണമായൊരു ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന പലവിധ അസ്വാരസ്യങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. സ്വന്തമായ സ്ഥലം എന്നൊരു സ്വപ്നം, വീട് എന്നൊരു സ്വപ്നം, അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിചാരിക്കാതെ തന്നെ ഒട്ടേറെ അനുകൂലമായ ഘടകങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. പൂരം നക്ഷത്രക്കാർക്കും മികച്ച രീതിയിലുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. മാനസിക സമ്മർദ്ദം ചില ഘട്ടങ്ങളിൽ അവരെ തളർത്തുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ ആത്മവിശ്വാസവും ഈശ്വരാധീനവും ഇവരുടെ ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യങ്ങളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഞെട്ടിക്കുന്ന ചില അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കും. ആത്മീയ കാര്യത്തിൽ താല്പര്യം ജനിക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. സന്താന സൗഭാഗ്യമുണ്ടാകും. സന്താനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിലുള്ള ഉയർച്ചകൾ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വലിയ മാറ്റങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം, സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ കൈവിട്ടു പോയത് തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. തൊഴിൽപരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾക്കൊക്കെ അവർക്ക് ഏറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മേലധികാരികളിൽ നിന്ന് അംഗീകാരം, അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു. യാത്രകൾ ചെയ്യുന്നതിലൂടെ ഇവർക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയും യാത്രകൾ അനിവാര്യമാകുന്ന സാഹചര്യങ്ങളും വന്നു ചേരുന്നു. സന്താന സൗഭാഗ്യം ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച സൂചനകളും അവസരങ്ങളും സൗഭാഗ്യങ്ങളും ഐശ്വര്യപൂർണമായ അവസ്ഥകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളാണ് പ്രവർത്തകർക്ക് ലഭിക്കുന്നത്. പേരും പ്രശസ്തിയുമൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. പുരോഗതിയും ഉയർച്ചകളുമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. പരീക്ഷാ വിജയം ഉണ്ടാകുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് അവർ ഇഷ്ടപ്പെട്ട തൊഴിലിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിനും അതിൽ ഉയർച്ചകൾ സംഭവിക്കുന്ന സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അനിഴം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പരാജയം അനുഭവിച്ച ആളുകളാണെങ്കിൽ അതിൽ നിന്നൊക്കെ വലിയ ഉയർച്ചകളും ഉന്നതികളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനം ഇത്യാദി കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക്
കുടുംബ സൗഖ്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിന്നുള്ള പലവിധ തടസ്സങ്ങൾ മാറി ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് എല്ലാ മേഖലകളിലും മികവ് പുലർത്താൻ സാധിക്കുന്ന ആത്മവിശ്വാസപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഒട്ടേറെ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വിവാഹബന്ധം ലഭിക്കുകയും ജീവിത പങ്കാളിയെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. കുടുംബാന്തരീക്ഷം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതം സുഖകരമായി നിൽക്കുന്ന ഒരു സമയം. തൊഴിൽപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ധനലാഭം ഇവർക്ക് വർദ്ധിച്ചു കാണുന്നു. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന, കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്ന, ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന, ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. മനസ്സമാധാനം ഇവർക്ക് വർദ്ധിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. ധനലാഭമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്നു. മനസ്സന്തോഷം വർദ്ധിക്കുന്ന, ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.